നമസ്കാരം. ദേവാർപ്പണത്തിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭൂലോക വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ഞാൻ ഈ പറയുന്ന മന്ത്രം 108 പ്രാവശ്യമോ 1008 പ്രാവശ്യമോ ഉരുവിടുന്നത് നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു മന്ത്രത്തെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. വൈഷ്ണവ മന്ത്രങ്ങളിൽ പ്രധാനമാണ് ഈ ദ്വാദശാക്ഷരി മന്ത്രം. മനനം ചെയ്യുന്നതാണ് മന്ത്രങ്ങൾ. അങ്ങനെയുള്ള മന്ത്രങ്ങളിൽ നിന്ന് മോക്ഷവും സൗഭാഗ്യങ്ങളും കൈവരുന്നു. മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രമായ ദ്വാദശാക്ഷരി മന്ത്രം നിത്യേന 11 പ്രാവശ്യമോ 108 പ്രാവശ്യമോ 1008 പ്രാവശ്യമോ ഉരുവിടുന്നത് ശ്രേഷ്ഠമായി പറയുന്നു. അത് വൈകുണ്ഠ ഏകാദശിയിലാവുമ്പോൾ അത്യധികം പുണ്യവുമാണ്. മോക്ഷസിദ്ധിയാണ് വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലസിദ്ധി. അതുതന്നെയാണ് ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ ഫലശ്രുതിയും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരമുള്ള മന്ത്രമാണ് ഈ ദ്വാദശാക്ഷരി മന്ത്രം. ലളിതമായ സംസ്കൃത പദവാക്യമാണിത്. എന്നാൽ അതിൻ്റെ സാരാംശം അതീവ മഹത്വവുമാണ്. ഭൂലോക വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പൻ്റെ തിരുനടയ്ക്ക് മുന്നിലും ദ്വാദശാക്ഷരി മന്ത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് എല്ലാവരും കണ്ടിരിക്കും. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, മഹാവിഷ്ണുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ശ്രീമദ് മഹാഭാഗവതത്തിലെ 4th സ്കന്ധത്തിലാണ് ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. വൈവസ്വത്വമനുവിൻ്റെ പുത്രനായ ഉത്താനപാദന് സുരുചി എന്നും സുനീതി എന്നും 2 ഭാര്യമാരുണ്ടായിരുന്നു. സുരുചിയിൽ ഉത്തമൻ എന്ന പുത്രനും സുനീതിയിൽ ധ്രുവൻ എന്ന പുത്രനും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഉത്താനപാദൻ ഉത്തമനെ മടിയിലിരുത്തി ലാളിക്കുന്നത് കണ്ട ധ്രുവൻ ഓടിച്ചെന്ന് അച്ഛൻ്റെ മടിയിലിരിക്കാൻ തുടങ്ങിയപ്പോൾ സുരുചി തടസ്സം നിന്നു. ഇതിൽ മനം നൊന്ത ധ്രുവൻ അമ്മയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ധ്രുവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷ്ണുഭക്തിയായ സുനീതി ഹരിനാരായണമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ സകല വിഷമങ്ങളും അകലുമെന്ന് ഉപദേശിച്ചു. അമ്മയുടെ വാക്കുകൾ ശ്രവിച്ച് ധ്രുവൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനായി കൊട്ടാരം വിട്ടിറങ്ങി. വഴിയരികിൽ വെച്ച് നാരദ മഹർഷിയെ കണ്ടു. ഭഗവാനെ എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നും ധ്യാനിക്കേണ്ടതെന്നും മഹർഷി ധ്രുവന് പഠിപ്പിച്ചു കൊടുത്തു. നാരദ മഹർഷി ധ്രുവന് പറഞ്ഞു കൊടുത്ത മഹാമന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി തപസ്സനുഷ്ഠിച്ച് ധ്രുവന് മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയും ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരങ്ങളിൽ ഓം പരമപ്രദവും അനന്തവുമായ ഒരാത്മാവിനെ അല്ലെങ്കിൽ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. നമോ എന്നാൽ നമിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്നാണ് അർത്ഥം. ഭഗവതേ എന്നാൽ സംസ്കൃതത്തിൽ ദൈവം എന്നാണ് അർത്ഥം. എല്ലാ ഐശ്വര്യങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും നാഥനായവൻ ആരോ അവൻ ഭഗവാൻ എന്നു മറ്റൊരർത്ഥവുമുണ്ട്. പിന്നെ ശ്രീ, കീർത്തി, ശക്തി, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം എന്നീ ദിവ്യഗുണങ്ങൾക്കും നാഥൻ എന്നർത്ഥവുമാക്കുന്നു. വാസുദേവായ എന്നാൽ വാസുദേവരുടെ പുത്രൻ എന്നർത്ഥത്തിൽ വാസുദേവൻ എന്ന് പറയുന്നു. വാസു എന്നാൽ ജീവജാലങ്ങളുടെയും ജീവൻ എന്നും ദേവൻ എന്നാൽ ദൈവം എന്നും അർത്ഥമാക്കുന്നുണ്ട്. വാസുദേവൻ എന്നുള്ളതിന് എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായ ദൈവം എന്നാണ് അർത്ഥം. അതായത് ഈശ്വരൻ തന്നോട് കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ഈ ദ്വാദശാക്ഷരി മന്ത്രം. എല്ലാ മനുഷ്യർക്കും അവരവരുടെ കർമ്മമണ്ഡലത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുന്നത് പരമസ്വരൂപനായ നാരായണമൂർത്തിയാണ്. ആ മൂർത്തിയെ അത്യധികം ഭക്തിയോടെയും വ്രതശുദ്ധിയോടെയും വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ ദ്വാദശാക്ഷരി മന്ത്രം ചൊല്ലി ജപിക്കുന്നതും അത്യുത്തമമാണ്. വൈഷ്ണവ മന്ത്രങ്ങളിൽ പ്രധാനമാണ് ഈ ദ്വാദശാക്ഷരി മന്ത്രമെന്നും പറയുന്നുണ്ട്.